ഇങ്ങനെ കീ ഡിസിഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഫിനാൻഷ്യൽ ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷൻ എന്താണെന്നുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഡിസിഷൻ ഉണ്ട്. ഫിക്സഡ് അസറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കും. കറണ്ട് അസറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആയിട്ടാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്താണെന്നുള്ളത്, എന്തൊക്കെ സോഴ്സസിലൂടെയാണ് നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഉള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്യുക, അതിൽ എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ വേണ്ടത്, ഡെപ്റ്റ് എത്ര ശതമാനം, ഇക്വിറ്റി എത്ര ശതമാനം എന്നുള്ളതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് വിളിക്കുക അല്ലെ. ഡിവിഡൻഡ് ഡിസിഷൻ ആണെങ്കിൽ എത്രയാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക, എത്രയാണ് നമ്മൾ റീറ്റെയിൻ ഏർണിങ്സിലോട്ട് മാറ്റി വെക്കുക. അപ്പൊ കുറെ ഫാക്ടേഴ്സ് പരിഗണിച്ചതാണ്. ഓക്കെ അല്ല, അതൊക്കെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 3 കീ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസിഷൻസ്. നമ്മൾ ഡിവിഡൻഡ് വളരെ കൂടുതലാണ് പേ ചെയ്യുന്നെങ്കിൽ എന്താ സംഭവിക്കുക, റീറ്റെയിൻ ഏർണിങ്സ് കുറയും. റീറ്റെയിൻ ഏർണിങ്സ് കുറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്റ്റേണൽ ഫിനാൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എക്സ്റ്റേണൽ ഫിനാൻസ് ലൈക്ക് ഓർഡിനറി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡെപ്റ്റ് ഒക്കെ വെച്ച് നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ കൂടുതൽ ഡിവിഡൻഡ് കൊടുത്തു, റീറ്റെയിൻ ഏർണിങ്സ് നമ്മുടെ കയ്യിൽ വളരെ കുറവാണ്. അപ്പൊ കൂടുതൽ എക്സ്റ്റേണൽ ഫിനാൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം ഫോർ ദി ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആയിട്ടുള്ള കണക്ഷൻ. അത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രോജക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എക്സ്റ്റേണൽ ഫിനാൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് നേരെ തിരിച്ചാണെങ്കിലോ, ഡിവിഡൻഡ് വളരെ കുറച്ച് മാത്രമേ കൊടുക്കുന്നുണ്ടെങ്കിലോ റീറ്റെയിൻ ഏർണിങ്സ് കൂടൂലേ. റീറ്റെയിൻ ഏർണിങ്സ് കൂടാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഫിനാൻസ് കുറച്ച് മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പോരെ ഫോർ ദി ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റിന് വളരെ കുറച്ച് മാത്രം എക്സ്റ്റേണൽ ഫിനാൻസ് ഡിപ്പെൻഡ് ചെയ്താൽ പോരെ. അപ്പൊ ഡിവിഡൻഡ് ഡിസിഷനും ഫിനാൻസ് ഡിസിഷൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ല അത്. നമ്മളുടെ ഡിവിഡൻഡ് ഡിസിഷൻ എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിനാൻസ് അറേഞ്ച്മെന്റ് വരാ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഇൻവെസ്റ്റിംഗ് ഇൻ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പ്രോജക്ട് വിൽ എനേബിൾ കമ്പനി ടു പേ ഹൈ ഡിവിഡൻസ് ആൻഡ് പ്രൊവൈഡ് ഗ്രേറ്റർ റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്. എന്തുമായിട്ടുള്ള കണക്ഷനാ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷനും ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ല അത്. അതായത് നമ്മൾ ഏറ്റവും നല്ല പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എന്ത് എബിലിറ്റി ഇൻക്രീസ് ആവും, ഡിവിഡൻഡ് ഹൈ ആയിട്ട് കൊടുക്കാനുള്ള കമ്പനിയുടെ എബിലിറ്റി ഇൻക്രീസ് ആവൂലേ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എത്ര അപ്രോപ്രിയേറ്റ് ആയിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരാ, ഡിവിഡൻഡ് എത്ര കൊടുക്കുന്നു, നമ്മളെ കമ്പനിയുടെ ഡിവിഡൻഡ് എത്ര കൂടുന്നു എന്നുള്ളതൊക്കെ വരാ എന്നുള്ളതാണ് ആ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷനും ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. ഡിവിഡൻഡ് വെറുതെ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് നല്ല പ്രോജക്റ്റുകൾ നമ്മൾ ചൂസ് ചെയ്യണ്ടേ. അപ്പൊ എത്രത്തോളം നല്ല പ്രോജക്റ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിവിഡൻഡ് വരാ എന്നുള്ളതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷനും കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെഡിങ്ങിന്റെ അതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് 3 കീ ഫിനാൻഷ്യൽ ഡിസിഷൻസ്. ഇനി രണ്ടെണ്ണം കൂടെ ഇതേപോലെ, ഒരു പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ NPV ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തവരാണ് അല്ലെ. അപ്പൊ NPV കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ പ്രസന്റ് വാല്യൂ എടുക്കാറ്. അപ്പൊ എന്തിനാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്ന റിട്ടേൺ ആണ്, ഇൻവെസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്ന റിട്ടേൺ ആണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റിനെ മാത്രമേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അതിനേക്കാളും ബിലോ ആണ് നമ്മുടെ റിട്ടേൺ വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ അതിനെ IRR എന്ന് വിളിക്കും അല്ലെ. ഒരു പ്രോജക്റ്റിന് ജനറേറ്റ് ചെയ്യുന്ന റിട്ടേണെയാണ് നമ്മൾ IRR എന്ന് വിളിക്കുക. അപ്പൊ IRR എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാറുണ്ടോ? നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, നമ്മളെ ഫിനാൻസിങ് ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പെർസെന്റേജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഫിനാൻസിങ് ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ തുടക്കത്തിൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണോ, അതായത് ഡെപ്റ്റ് എത്ര ശതമാനം, ഇക്വിറ്റി എത്ര ശതമാനം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരാം. ഡെപ്റ്റ് 40% ഇക്വിറ്റി 60% ആയാലും കിട്ടുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ല, നേരെ തിരിച്ചാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരാം. അപ്പോ ആ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ചേഞ്ച് ചെയ്യൂലേ. ആ പ്രൊപ്പോർഷൻ, ഡെപ്റ്റ് ഇക്വിറ്റിയുടെ പ്രൊപ്പോർഷൻ ഇല്ലേ, ആ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നില്ല അന്ന് നമ്മൾ പറഞ്ഞേ. അപ്പൊ ഏത് പ്രൊപ്പോർഷൻ വേണം എന്നുള്ള തീരുമാനത്തിനല്ലേ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് വിളിക്കുക. നമ്മൾ പ്രൊപ്പോർഷൻ ഏത് വേണം, ഡെപ്റ്റ് എത്ര വേണം, ഇക്വിറ്റി എത്ര വേണം എന്നുള്ള തീരുമാനത്തിനല്ലേ നമ്മൾ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആയിട്ട് കണക്ഷൻ ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണല്ലോ. ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ വരാം. അതായത് ഒരു പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം വരുന്നത് ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ. ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ, ഫിനാൻസിങ് ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഫിനാൻസിങ് ഡിസിഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ആ പ്രൊപ്പോർഷൻ വരുന്നുണ്ടാവുക. ആ പ്രൊപ്പോർഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരാം. ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് NPV വരാം.
അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഫിനാൻഷ്യൽ ഡിസിഷനും ആയിട്ടുള്ള കണക്ഷൻ ആണത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുമ്പോൾ എൻ പി വി കുറയുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുമ്പോൾ എൻ പി വി കൂടുന്നുണ്ട്. അപ്പൊ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നതും കൂടുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഫിനാൻസിന് അറേഞ്ച്മെന്റിന് അനുസരിച്ചിട്ടാണ്. ഡെപ്റ്റ് എത്ര ശതമാനം, ഇക്വിറ്റി എത്ര ശതമാനം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും കൂടുകയൊക്കെ ചെയ്യുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ എൻ പി വി കൂടുകയും കുറയും ചെയ്യുന്നത്. അപ്പൊ ഫിനാൻസിങ് ഡിസിഷനും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും കണക്റ്റഡ് ആണ് എന്നുള്ളത് ആ ഒരു പോയിന്റ് മനസ്സിലാക്കാം. ലാസ്റ്റ് പോയിന്റ് കൂടെ ഒന്ന് വായിക്കാം. നമ്മള് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിക്ക് പോകുന്ന പ്രോജക്റ്റ് ഉണ്ടാവല്ലോ, ആ പ്രോജക്റ്റിന്റെ റിസ്ക് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യും എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. ഒറ്റ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിച്ചത്. നമ്മളെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റിന് എത്രത്തോളം റിസ്ക് വരുന്നുണ്ടോ ആ റിസ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുക? റിസ്ക് കൂടുമ്പോൾ റിട്ടേൺ കൂടുതലായിരിക്കണ്ടേ? അപ്പൊ ഓട്ടോമാറ്റിക് നമ്മൾ ക്യാപം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്റിനെ വെച്ചിട്ട് അത് മെഷർ ചെയ്തതായിരുന്നു. റിസ്ക് കൂടുതലുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ റിട്ടേണും കൂടുതലായിരിക്കണം എന്നുള്ള പോയിന്റ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയല്ല ഞാൻ പറയുന്നത്? അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പോലും ചേഞ്ച് ചെയ്യുമെന്ന്. നേരെ തിരിച്ചുള്ള റിലേഷൻ. നേരത്തെ പറഞ്ഞ കാര്യം എന്താ, നമ്മളുടെ ഫിനാൻസിങ് ഡിസിഷൻ എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരാം. ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എൻ പി വി പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ എൻ പി വി എത്ര കൂടുന്നു എത്ര കുറയുന്നു എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഫിനാൻസിങ് ഡിസിഷൻ ആണ് എന്നുള്ളതാണ് തൊട്ട് മുമ്പത്തെ പോയിന്റ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് നമ്മളൊരു കമ്പനി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ആ ഒരു പ്രോജക്റ്റിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ചിലപ്പോൾ മോർ വോളറ്റൈൽ, ലെസ് വോളറ്റൈൽ. ഓപ്പറേഷൻ ഗിയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് പറഞ്ഞ ഓർമ്മയുണ്ടോ? പ്രോഫിറ്റ് മോർ വോളറ്റൈൽ അല്ല ലെസ് വോളറ്റൈൽ എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഓക്കെ, യെസ്. അപ്പൊ അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ? നമ്മൾ ചെയ്യുന്ന ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ. മോർ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൂടുതൽ റിസ്ക് ഉണ്ടെന്നല്ലേ? വോളറ്റൈൽ ചെയ്യുക, കുറെ ചേഞ്ച് ചെയ്യാന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് കുറച്ചും കൂടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നല്ല രീതിയിൽ വേരി ചെയ്യുന്ന ഒരു പ്രോജക്റ്റിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ റിസ്ക് വരുമല്ലോ. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ റിട്ടേൺ ആവശ്യപ്പെടും. അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹൈ ആവും. നേരെ മറിച്ച് ലെസ് വോളറ്റൈൽ ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നെങ്കിലോ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അല്ലെ? റിസ്ക് കുറയുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കുറവായിരിക്കും. അപ്പോ റിട്ടേൺ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ? ഇൻവെസ്റ്റർ ആവശ്യപ്പെടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ? റിസ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. റിസ്ക് കൂടുമ്പോൾ റിട്ടേൺ കൂടുതൽ ചോദിക്കും. റിസ്ക് കുറവാണെങ്കിൽ കുറവ് റിട്ടേണേ അവർക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. റിസ്ക്കും റിട്ടേണും എന്താണ്? ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരാം. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് റിസ്കി പ്രോജക്റ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് റിസ്ക് കുറവുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? വളരെ ഈസിയാണ്. ഒന്നാമത്തെ പറഞ്ഞ എന്താണ്, നമ്മൾ ഡിവിഡന്റ് ഡിസിഷൻ എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഫിനാൻസ് ഡിസിഷന്റെ എഫക്റ്റ് ആണ് പറഞ്ഞത്. ഡിവിഡന്റ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ റീറ്റേൺസ് കുറവായിരിക്കും. അപ്പൊ കൂടുതൽ ഫിനാൻസ് നമ്മൾ എക്സ്റ്റേണലി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഡിവിഡന്റ് വളരെ കുറച്ചാ കൊടുക്കുന്നെങ്കിൽ റീറ്റേൺസ് കൂടും. അപ്പൊ അധികം ഫിനാൻസ് നമ്മൾ എക്സ്റ്റേണലി എന്ത് ചെയ്യേണ്ട, ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അതാണ് ആദ്യത്തെ പോയിന്റ്. അത് ക്ലിയർ അല്ലേ? രണ്ടാമത്തെ വരുന്ന എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പ്രോജക്റ്റ് നല്ല അപ്രോപ്രിയേറ്റ് നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഹൈ ഡിവിഡന്റ് പേ ചെയ്യാൻ വേണ്ടി പറ്റും. അതർവൈസ് അത് പറ്റൂല. ഓക്കെ, അതാണ് നെക്സ്റ്റ് വരുന്നത്. മൂന്നാമത്തെ വരുന്ന എന്താണ്, നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ പി വി വരാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഫിനാൻസിങ് ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഫിനാൻസിങ് ഡിസിഷൻ ആണ് ആ പ്രൊപ്പോർഷൻ തീരുമാനിക്കുന്നത്. ഡെപ്റ്റ് എത്ര, ഇക്വിറ്റി എത്ര എന്നുള്ള പ്രൊപ്പോർഷൻ തീരുമാനിക്കുന്നത് ആ ഫിനാൻസിങ് ഡിസിഷൻ ആണ്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരാം. ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ പി വി വരാം. എൻ പി വി എത്രയാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പൊ ഫിനാൻസിങ് ഡിസിഷനും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും കണക്റ്റഡ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറഞ്ഞത്, നമ്മൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിസ്ക് വരുന്നുണ്ടാവും. നമ്മൾ എടുക്കുന്ന പ്രോജക്റ്റ് ഭയങ്കര റിസ്കി ആയിട്ടുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. റിസ്ക് കുറഞ്ഞ പ്രോജക്റ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കുറവായിരിക്കും.